തലസ്ഥാനത്ത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയിലേക്ക് കടക്കുന്നു. മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിനും ഹൈക്കോടതിക്കും ബോംബ് ഭീഷണി. രണ്ടിടങ്ങളിലും ബോംബ് സ്ഥാപിച്ചിട്ടുണ്ട് എന്നായിരുന്നു ഭീഷണി സന്ദേശം. ഇന്ന് രാവിലെ 8:50 ഭീഷണി സന്ദേശം സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചത്. പോലീസും ബോംബ് സ്ക്വാഡും രണ്ടിടങ്ങളിലും പരിശോധന നടത്തി. ഡാൻ കുര്യൻ വിവരങ്ങളുമായി ചേരുന്നു. ഡാൻ, പരിശോധന പൂർണ്ണമായോ? സന്ദേശം വ്യാജമാണ് എന്ന് തന്നെയുള്ള നിഗമനത്തിലേക്ക് എത്തുകയാണോ പരിശോധന? അപർണ, ജമീഷ മുബീൻ എന്ന പേരിൽ ലഷ്കർ എ തൈബ പാക് ISIS നെക്സസ് കോയമ്പത്തൂർ എന്ന പേരിലാണ് ഇന്ന് പുലർച്ചെ 4:49 ഈ മെയിൽ സെൻഡ് ചെയ്തിരിക്കുന്നത്. രാവിലെയാണ് ഉദ്യോഗസ്ഥർ ഇത് കാണുകയും പെട്ടെന്ന് ക്ലിഫ് ഹൌസിലും ഹൈക്കോടതി പരിസരത്ത് ബോംബ് സ്ക്വാഡ് ഉൾപ്പെടെ പരിശോധന നടത്തുകയും ചെയ്തിരിക്കുന്നത്. പക്ഷേ അസ്വാഭാവികമായി ഇതുവരെ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. വിദൂര നിയന്ത്രിത സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൌസിലും ഹൈക്കോടതി പരിസരത്തും ബോംബ് സ്ഫോടനം നടത്തുമെന്നാണ് ഈ ഇമെയിൽ സന്ദേശത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. സമാനമായ തരത്തിൽ നേരത്തെയും മുഖ്യമന്ത്രി ഓഫീസിലടക്കം ബോംബ് ഭീഷണി സന്ദേശങ്ങൾ എത്തിയിരുന്നു. പിന്നെ ഒരു ഇടവേളയ്ക്ക് ശേഷം ഇപ്പോഴാണ് ഈ ഭീഷണി സന്ദേശം എത്തുന്നത്. ഇതിന്റെ മുഴുവൻ ഒറിജിൻ ഒരു സ്ഥലത്ത് നിന്ന് തന്നെയാണ് എന്നൊരു നിഗമനത്തിലാണ് സൈബർ പോലീസ് ഉൾപ്പെടെയുള്ളത്. അതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ അവർ ആരംഭിച്ചിട്ടുമുണ്ട്. എന്തായാലും മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയെയും ഹൈക്കോടതി ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളെയും ലക്ഷ്യം വെച്ചുകൊണ്ട് ഇങ്ങനെ വ്യാജ ഇമെയിൽ സന്ദേശം പുറപ്പെടുവിച്ചതിന്റെ കൃത്യമായ ഒറിജിൻ എവിടെയാണ് എന്ന് കണ്ടെത്താനുള്ള പരിശോധന സൈബർ പോലീസ് ഉൾപ്പെടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ബോംബ് സ്ക്വാഡിന്റെ നേതൃത്വത്തിൽ വ്യാപകമായ പരിശോധന മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലും ക്ലിഫ് ഹൌസ് പരിസരത്തും ഈ സന്ദേശം ലഭിച്ചതിന് പിന്നാലെ രാവിലെ തന്നെ ബോംബ് സ്ക്വാഡും പോലീസും ചേർന്ന് പൂർത്തിയാക്കിയിട്ടുണ്ട്. പക്ഷേ അസ്വാഭാവികമായി ഒന്നും ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് വിവരം. ഡാൻ കുര്യൻ വിവരങ്ങൾ നൽകിയത്. ഏതായാലും മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൌസിനും ഒപ്പം ഹൈക്കോടതിക്കും ബോംബ് ഭീഷണി സന്ദേശം 8:50 ലഭിച്ചത്. പരിശോധന പൂർണ്ണമാക്കിയിരിക്കുന്നു. അസ്വാഭാവികമായിട്ട് ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ആ സന്ദേശം അയച്ചയാൾക്കായുള്ള അന്വേഷണത്തിലും കൂടിയാണ്.